Hello friends, welcome back to my channel Arraysworld. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു മാംഗോ ഡെസേർട്ട് ആണ്. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ട് റെസിപ്പിയാണ്. സോ നിങ്ങൾ ആരും ഇതുപോലത്തെ ഒരു ഡെസേർട്ട് റെസിപ്പി ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഈ മാംഗോ ഡെസേർട്ട് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. എന്നാൽ പിന്നെ വീഡിയോയിലോട്ട് പോവാം. ഈ ഡെസേർട്ട് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ആദ്യം കുറച്ച് നെയ്യാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 2 സ്പൂൺ നെയ്യാണ് ഞാൻ ഈ പാനിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നെയ്യൊന്ന് ചൂടായ ശേഷം നമുക്കിതിൽ ഒരു 1/2 കപ്പ് സേമിയ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ നൈസായിട്ടുള്ള റോസ്റ്റഡ് സേമിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സേമിയ ഇവിടെ റോസ്റ്റായി വന്നു കഴിഞ്ഞു. ഇനി ഇതിനകത്ത് നമ്മൾ 1 കപ്പ് പാലാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. പാലൊന്ന് ചൂടായ ശേഷം നമുക്കിതിലോട്ട് ഒരു 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. സേമിയ വേകുന്നത് വരെ നമുക്ക് ഈ പാലൊന്ന് തിളപ്പിക്കാൻ വെക്കാം. അപ്പോൾ ഇവിടെ സേമിയ നല്ലപോലെ വെന്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിലോട്ട് 2 ഏലക്ക പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം നമുക്ക് സ്റ്റവ് ഓഫാക്കി ഈ ഡെസേർട്ട് ഒന്ന് തണുക്കാൻ വിടാം. അപ്പോൾ ഈ സമയം ഞാനൊരു പഴുത്ത മാങ്ങ ഇതുപോലെ നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പം നമുക്ക് ഈ മാംഗോ പൾപ്പ് ഈ ഡെസേർട്ടിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഡെസേർട്ട് നല്ലപോലെ തണുത്ത ശേഷമാണ് നമുക്ക് ഈ മാംഗോ പൾപ്പ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇല്ലെങ്കിൽ ചിലപ്പോൾ പാല് കേടാവാൻ സാധ്യതയുണ്ട്. സോ നിങ്ങൾ അതൊന്നും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാംഗോ ഡെസേർട്ട് ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഡെസേർട്ട് റെസിപ്പിയാണ്. എപ്പോഴും നമ്മൾ സേമിയ പായസമൊക്കെ വെക്കുന്നതിൽ വെച്ച് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ്. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം. അതിനു മുന്നേ ഞാൻ കുറച്ച് മാംഗോ പീസസും നട്ട്സ് പൊടിച്ചതും എല്ലാം വെച്ച് ഡെക്കറേറ്റ് ചെയ്യാണ്. അപ്പോൾ അതും കൂടി ആയാൽ നമ്മുടെ ഈ ഡെസേർട്ട് കാണാൻ നല്ല ഭംഗിയാണ് ഉണ്ടാവുക. ഇതിൽ ഞാൻ കാഷ്യൂ, ബദാം, പിസ്ത എല്ലാം വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് കാണാൻ നല്ല അട്രാക്റ്റീവ് ആയിട്ടും അതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡെസേർട്ട് റെസിപ്പി കൂടിയാണ്. സോ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എന്നോട് കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യണം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. ഇനിയും ഇതുപോലുള്ള നല്ല കുറേ വീഡിയോസുകളുമായി കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ.